രാവിലെ ഏറ്റവും എളുപ്പത്തിൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഒരു മിക്സി ജാറിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് പഞ്ചസാരയും 1 മുട്ടയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളറിന് വേണ്ടിയിട്ടാണ്. മുട്ടയും അതുപോലെ തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അടിച്ചെടുത്തിട്ടുള്ള മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി വേറെ ബൗളിലേക്ക് 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു സവാള ചെറുതായി കൊത്തി അരിഞ്ഞതും 2-3 പച്ചമുളക്, അധികം എരിവില്ലാത്തതാണ്, കുട്ടികൾക്ക് കൊടുക്കാനുള്ളതായതുകൊണ്ട് അധികം എരിവില്ലാത്ത പച്ചമുളക് എടുക്കാം. ചെറുതായി അരിഞ്ഞത് ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ദോശപ്പാനിലേക്ക് കുറേശ്ശെ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓരോ തവി മാവ് ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ജസ്റ്റ് ഇതിൻ്റെ മുകൾ വശം ഒന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് ആ ഒരു മുട്ടയുടെ കൂട്ട് നമുക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതുപോലൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് 4 വശം ഇതുപോലൊന്ന് മടക്കി കൊടുക്കാം. മടക്കി കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ തീ കുറച്ച് വെച്ചതിന് ശേഷം ഓരോ ടീസ്പൂൺ ഓയിൽ ഇതിൻ്റെ ചുറ്റിനായിട്ട് ഒഴിച്ച് കൊടുക്കാം. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി, ഒരുപാട് ഓയിൽ വേണ്ട. ഒരു തുള്ളി ഇങ്ങനെ ഒറ്റിച്ച് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ലതുപോലെ മുരിഞ്ഞ് വേവിച്ചെടുക്കാം. നന്നായിട്ട് മുരിയിപ്പിച്ചെടുക്കണം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. 2 വശം നല്ലതുപോലെ ഞാൻ 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതാ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളത് എല്ലാം ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. കറിയൊന്നും ഇല്ലാണ്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം. ഇനിയിപ്പോൾ അതില്ലെങ്കിലും നമുക്ക് ചൂട് ചായയുടെ കൂടെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ബാക്കിയുള്ളത് ഞാനിതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ചൂടോടെ കഴിക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. ചൂടാറിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്രിസ്പിനെസ് ഒക്കെ പോകുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ ഇതാ നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാനും നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീണ്ടും നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.